ഡിസംബർ 9 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മരടിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിൽ നടന്ന കൺവെൻഷൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും GCDA ചെയർമാനുമായ K. ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം AR പ്രസാദ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ CPI തൃപ്പൂണിത്തുറ മണ്ഡലം സെക്രട്ടറി AK സജീവൻ, മരട് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് CR ഷാനവാസ്, CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം MC സുരേന്ദ്രൻ, CPIM തൃപ്പൂണിത്തുറ ഏരിയ സെക്രട്ടറി P. വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. മരട് നഗരസഭയിൽ 35 ഡിവിഷനുകൾ ആണ് ഉള്ളത്. കൺവെൻഷനിൽ 30 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 5 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ല. 5 സീറ്റ് CPIക്ക് നൽകിയിട്ടുള്ള സീറ്റുകളായതിനാൽ CPI-CPM തർക്കം മരട് നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കം പരിഹരിച്ചതിനു ശേഷം മാത്രമേ CPIയുടെ 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷനിൽ നിന്നും CPIയുടെ 5 സ്ഥാനാർത്ഥികൾ വിട്ടുന്നത് പ്രവർത്തകരെ ആകെ ആശങ്കയിലാക്കി. മരടിൽ നിന്നുള്ള CPIയുടെ പ്രമുഖ നേതാക്കന്മാർ കൺവെൻഷനിൽ നിന്നും വിട്ടുന്നത് പ്രവർത്തകരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. CPI-CPM തർക്കം പരിഹരിക്കാതെ പോയാൽ മരടിൽ LDF മുന്നണി ഇല്ലാതെയായിരിക്കും മത്സരം. നേതൃത്വത്തില് ശക്തമായി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള ജനോപകാരപ്രദങ്ങളായ നടപടികളും വികസന പ്രവർത്തനങ്ങളും മാത്രം മതി നമുക്ക് ഈ തെരഞ്ഞെടുപ്പില് മഹാഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ പിടിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സ്വാഗതം ചെയ്യും. വാർഡ് 33 ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞ 3 ടൈമിലായി നമ്മുടെ മുനിസിപ്പാലിറ്റി ഭരിച്ച കോൺഗ്രസുകാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മുനിസിപ്പാലിറ്റി ആകണതിന് മുമ്പ് സഖാവ് ദേവസിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മരട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളും നേതാക്കളുമായി ഒരു നീണ്ട നിര 2 ഭാഗത്തുമുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് പാർട്ടി നേതാക്കന്മാർ പ്രത്യേകിച്ച് വളരെ സുപരിചിതരാണ്. സ്ഥാനാർത്ഥികൾ ചിലർ പുതിയവരായി. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ ഇനി കുറച്ചേ ഉള്ളൂ. ഇന്ന് 16, ഈ മാസം 30 ഉള്ളൂ. അപ്പോൾ 13 ദിവസം. 9 എന്ന് പറയുന്നതൊക്കെ വെറുതെ പറയുന്ന 7-ാം തീയതി വൈകുന്നേരം മരട് പിടിക്കും, LDF ഭരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു അവകാശമുണ്ട്. ആര് പിടിക്കും? ഇടതുപക്ഷം പിടിക്കും. ഇടതുപക്ഷം ഒരു വെറും രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഇടതുപക്ഷം ഈ നാടിന്റെ ആകെ നന്മകളെ ആവാഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ നാടിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും ഉയരത്തിൽ ചിന്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഇന്ത്യയുടെ ജനാധിപത്യവും അതിലടക്കം ചെയ്ത ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇതുപോലെ പോരാടുന്ന മറ്റൊരു പ്രസ്ഥാനമില്ല. ഇത് വെറുതെ പറയുന്നല്ല, ഇത് അനുഭവത്തിന്റെ സാക്ഷ്യമുള്ള, ദശകങ്ങളുടെ പിൻബലമുള്ള നമ്മുടെ നാടിന്റെ ചരിത്രമാണ്. എല്ലാം ഒന്നും പറയാൻ നേരമില്ല. അത്യാവശ്യം കാര്യങ്ങൾ മാത്രം പറയാം. എന്നെപ്പോലെ തന്നെ പറയാൻ പറ്റിയ ആളുകൾ ഒരുപാട് ഉണ്ട്, എനിക്കതറിയാം. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികളുടെ കെട്ടുറപ്പും അതിന്റെ ഒരുമിച്ചുള്ള നീക്കവും മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാത്ത വിധത്തിൽ നമ്മൾ ഇവിടെയും സ്ഥാപിക്കണം. അങ്ങനെ വരുമ്പോ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ ലക്ഷ്യസാധ്യത്തിന് നിങ്ങളുടെ ഈ ഇരിപ്പ് വളരെ ആവേശകരമാണ്. ഈ പറമ്പും ഈ മൈതാനത്തിന്റെ കിടപ്പും നിങ്ങളുടെ ഇരിപ്പും എല്ലാം കണ്ടാൽ ഒരു ഊർജ്ജസ്വലമായ എന്തോ തീരുമാനിച്ചു വന്നിരിക്കുന്നത് പോലെയുണ്ട്. കൊള്ളാം. വെറുതെ ഇങ്ങനെ ഒരു അങ്ങനെയല്ല. യെസ്, ഡിറ്റർമിൻഡ്. ആ വാക്കറിയാമോ? മലയാളം നിശ്ചയദാർഢ്യം. അതാണ് മലയാളം അല്ല, ഡിറ്റർമിനേഷൻ. അതുണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റും. മരട് നഗരസഭയ്ക്കും തൃപ്പൂണിത്തുറ നഗരസഭയ്ക്കും കോർപ്പറേഷനും ഇടയിലാണ്. ആ ഇടയിൽ യഥാർത്ഥത്തിൽ
ഭരണപരമായ ഊർജ്ജസ്വലതയില്ലാതെ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട ഒന്നാണ് മരട്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ് കേട്ടോ. സാൻഡ്വിച്ച് എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള നടുക്ക് എന്തെങ്കിലും സാൻഡ്വിച്ച് പെട്ടുപോയി. ഇനിയിപ്പോ ഈ നഗരം അർഹിക്കുന്ന വികസനത്തിന്റെ കുതിപ്പിന്റെ കാലമാണ്. എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം ഞാൻ പറയാം. ഇതിന് തൊട്ടുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുശേഷം വരാൻ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ന് നമ്മൾ ഉയർത്തുന്ന ഈ മരട് പിടിക്കാനുള്ള കൊടിയേറ്റ് 13 അവസാനിപ്പിക്കുമ്പോൾ ഒരു വിജയത്തിന്റെ ആറാട്ട് കൊണ്ടേ അവസാനിപ്പിക്കുന്നുള്ളൂ, അല്ലാണ്ട് നിർത്തുന്നില്ല. അത് മറ്റൊന്നിന്റെ കേളികൊട്ടാണ്. അത് ഏതിന്റെയാ? പിന്നെ മരട് പിടിച്ചേ പറ്റൂ. അതാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാര്യം. ഇത്രയും പറഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഉപസംഹരിക്കുന്നു. അഭിവാദനം. കാലാവധി പൂർത്തിയാകാൻ പോകുന്ന ഈ കൗൺസിലിന് എടുത്തു കാണിക്കത്തക്ക ഒരു വികസന പദ്ധതിയും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. ഇവിടെ അങ്ങനെ ഒരു വികസന മുരടിപ്പിന് ഇടയാക്കേണ്ട സാഹചര്യം ഒട്ടും അവശേഷിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് മരട്. ആ മരടിന്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാദേശിക ഗവൺമെന്റ് എന്ന നിലയിൽ നടത്തുവാൻ കഴിയുമായിരുന്ന നിരവധിയായ പദ്ധതികൾ എല്ലാം കടലാസിൽ ഒതുക്കുന്ന നിലയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മരടിന്റെ വികസന സാധ്യതകളെ തല്ലിക്കെടുത്തിയ ഈ 5 വർഷക്കാലം ഈ നിലയിൽ ഭരണം കൈയാളിയവർക്കുള്ള ചുട്ട താക്കീത് നൽകുവാൻ മരട് നിവാസികളായ തയ്യാറെടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ കൺവെൻഷൻ ചേരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും നടപ്പിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അനുഭവത്തിലൂടെ മരട് നിവാസികൾ മനസ്സിലാക്കുകയാണ്. ഒരു നഗരം എന്ന നിലയിൽ ഈ നഗരവാസികൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. എല്ലാ നിലക്കും വലിയ പരാജയം ഏറ്റുവാങ്ങുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരട് ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് ഭരണത്തിലുള്ളപ്പോൾ ഇവിടെ ഏറെ വികസനങ്ങൾ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എന്നാൽ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ഏറെക്കാലം ഭരണം നടത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റികളായി. ആ മുനിസിപ്പാലിറ്റികൾ ഈ നഗരവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതും വലിയ വരുമാനം ഏറെ ഉണ്ടാക്കുന്ന മുനിസിപ്പാലിറ്റികളിൽ ഒന്നുമായ ഈ മരട് മുനിസിപ്പാലിറ്റി വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മുരടിപ്പാണ്. കഴിഞ്ഞ കമ്മിറ്റിക്ക് എല്ലാം രൂപം നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഉജ്ജ്വലമായ വിജയമുണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കരുത്താറുന്ന ഒരു ഭരണ സംവിധാനം ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾ ഏവരും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുഷ്പണമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്.